എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് വൺ പാർട്ടി ഡോമിനൻസ്, അതായത് ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏകകക്ഷി മേധാവിത്വം എന്താണെന്നും അതിൽ വരുന്ന ഇന്ത്യൻ ഏകകക്ഷി മേധാവിത്വത്തിൽ കോൺഗ്രസ് പാർട്ടി കിട്ടിയ മെജോറിറ്റിയും കാര്യം, മെക്സിക്കൻ ഏകകക്ഷി മേധാവിത്വം, ഇന്ത്യൻ ഏകകക്ഷി മേധാവിത്വം തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ടത് ആ സമയത്ത് കടന്നു വന്ന മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. അതായത് 1952 മുതൽ 67 വരെയുള്ള ആ കാലഘട്ടം ഏകകക്ഷി മേധാവിത്വത്തിൽ, പിന്നീട് കോൺഗ്രസ്സിന് കിട്ടിയ മേധാവിത്വത്തിൽ പങ്കാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ഷനിലൊക്കെ പങ്കെടുത്ത മേജർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച നടത്തിയത്. അതിൽ നമ്മൾ വളരെ വിശാലമായിട്ട് പഠിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനസംഘ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞ ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, അതായത് ഈ പറഞ്ഞതുപോലെ പിന്നീട് സ്വതന്ത്ര പാർട്ടി കടന്നു വരുന്നത്, അതായത് കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച്, അല്ലെങ്കിൽ നാഗ്പൂർ പ്രമേയം. നാഗ്പൂർ പ്രമേയത്തെ തുടർന്ന് 1959 ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് പറയുന്നത് സ്വതന്ത്ര പാർട്ടി. വർഷം ഓർമ്മിക്കുക എന്നാണ് 1959, 1959. അതായത് കോൺഗ്രസിൻ്റെ നാഗ്പൂർ പ്രമേയത്തെ തുടർന്ന്, ആ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂപരിധി നിർണയം, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യ വിതരണത്തിൻ്റെ ചുമതല ഈ പറഞ്ഞ സർക്കാർ ഏറ്റെടുക്കാനും സഹകരണ കൃഷി ആരംഭിക്കാൻ തീരുമാനിക്കുന്ന ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാഗ്പൂർ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് യോജിക്കാനാവാത്ത ലീഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഫോം ചെയ്ത പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 1959 ഏത് പാർട്ടി, ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി, അതുപോലെ തന്നെ KM മുൻഷി, അതുപോലെ NG രംഗ, അതുപോലെ തന്നെ മിന്നു മസാനി. ഈ പറഞ്ഞ ലീഡേഴ്സാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് സ്ഥാപക നേതാക്കന്മാർ എന്ന് പറയുന്നത് അവരായിരുന്നു. മനസ്സിലായോ? ഏതൊക്കെയാണ് ഒന്ന് പറയാം. സി രാജഗോപാലാചാരി, KM മുൻഷി, അതുപോലെ തന്നെ NG രംഗ, അതുപോലെ തന്നെ മിന്നു മസാനി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളാണ് ഇതിൻ്റെ ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. മാച്ചസ് ഫോളോയിങ്ങിൽ ഞാൻ പറഞ്ഞു വർഷവും അതുപോലെ തന്നെ എന്തും നമ്മൾ ഓർമ്മിക്കണം. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ലീഡേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മിക്കണം. ഓക്കെ, അപ്പം സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്യുന്നത് 1959. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സെക്ഷൻ പ്രമേയത്തെ, അല്ലെങ്കിൽ നാഗ്പൂർ പ്രമേയത്തെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പിന്നീട് അതിൽ നിന്നും വേർതിരിഞ്ഞ് വന്ന ലീഡേഴ്സ് എല്ലാം കൂടെ ചേർന്ന് കൊണ്ട് വന്ന് ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടീസാണ് എന്ന് പറയുന്നത് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. 1959 എന്ത് ചെയ്യുന്നത്, സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി, KM മുൻഷി, അതുപോലെ തന്നെ NG രംഗ, അതുപോലെ തന്നെ മിന്നു മസാനി. ഓക്കെ, ഇത്രയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാംസ്, അവരുടെ പദ്ധതികൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി, മനസ്സിലായില്ലേ? അതെന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായി പറയുന്നത് സ്വതന്ത്ര പാർട്ടി ബിലീവ് ചെയ്യുന്നത്, സ്വതന്ത്ര പാർട്ടി ബിലീവ്ഡ് ഇൻ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ
വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അതായത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും തുല്യ സമത്വം അല്ലെങ്കിൽ സാമൂഹ്യ നീതി, അതാണ് ഇവിടെ പാർട്ടി അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ദ പാർട്ടി ബിലീവ്ഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് എന്ത് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. മനസ്സിലായി? ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ എല്ലാ ജനങ്ങൾക്കും എന്താണ് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക. വിവേചനമില്ലാതെ ഈ പറഞ്ഞ ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയോ കളറിൻ്റെയോ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് സ്വതന്ത്ര പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. സ്വതന്ത്ര പാർട്ടി ബിലീവ്ഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് കാസ്റ്റ്, കളർ, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് ദ പാർട്ടി അസൈൻഡ് പ്രയോറിറ്റി ടു ദ ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. ദി പാർട്ടി അസൈൻഡ് പ്രയോറിറ്റി ടു ദി ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. അതുപോലെ തന്നെ പാർട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് മനുഷ്യൻ്റെ എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, നിറവേറ്റി കൊടുക്കുക. മനസ്സിലായില്ലേ? അടിസ്ഥാന ആവശ്യങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, അല്ലേ? ഇതിനെന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക. അതും കൂടി ആര് പറയുന്നുണ്ട്? സ്വതന്ത്ര പാർട്ടി പറയുന്നുണ്ട്. അതാണ് പറയുന്നത് പാർട്ടി അസൈൻഡ് പ്രയോറിറ്റി ടു ദ ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അതിൽ ഏതാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതാണല്ലോ മനുഷ്യന് അത്യാവശ്യം വേണ്ട കാര്യം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, അതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്? സ്വതന്ത്ര പാർട്ടി പറയുന്നത്. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ അടുത്തായിട്ട് പാർട്ടി പറയുന്ന ഇതാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതിവിടെ പറയുന്നുണ്ട്. അതായത് സ്വതന്ത്ര പാർട്ടി വാണ്ടഡ് ഗവൺമെൻറ് ടു ബി എന്താണ് മിനിമം ഇൻവോൾവ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇറ്റ് സ്റ്റാൻഡ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ. മാക്സിമം ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ. മാക്സിമം ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽ. മാക്സിമം ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽ. അതായത് വ്യക്തികൾക്ക് എന്ത് കൊടുക്കണം, അമിതമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം എന്ത് ചെയ്യണം, കുറച്ചുകൊണ്ട് വ്യക്തികൾക്ക് എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ഫ്രീഡം ഫോർ ദ ഇൻഡിവിജ്വൽ ആൻഡ് മിനിമം ഇൻ്റർഫറൻസ് ബൈ ദി സ്റ്റേറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടൽ കുറച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പിന്നെ ആരെയാണ്, ഈ പറഞ്ഞ രീതിയിൽ വ്യക്തികൾക്കാണ് കൂടുതൽ എന്ത് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്, സ്വതന്ത്ര പാർട്ടി പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. കൂടാതെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള പിന്നെ സ്വകാര്യ മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വതന്ത്ര പാർട്ടി എന്ത് ചെയ്യും, നിലകൊണ്ടത്. മനസ്സിലായില്ലേ? സ്വതന്ത്രമായ സ്വകാര്യ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് സ്വതന്ത്ര പാർട്ടി എന്ത് ചെയ്യുന്നത്, നിലകൊണ്ടിരുന്നത്. അതായത് കൂടുതലായിട്ടും പറയുന്നത് പാർട്ടി ഏറ്റവും പ്രധാനമായിട്ടും പ്രൈവറ്റ് മേഖലയ്ക്ക് എന്താണ് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡിവിജ്വൽ ലിബർട്ടി അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ എന്ത് ചെയ്യുന്നു, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം പാർട്ടി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇത് പറയുന്നുണ്ട്, ദ പാർട്ടി വാസ് ക്രിട്ടിക്കൽ ഓഫ് ദി പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്. നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, എന്താണ് നമ്മുടെ വിദേശ നയം അല്ലേ, നോൺ അലൈൻ മൂവ്മെൻറ്റ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
എതിർക്കുന്ന, മനസ്സിലേ. അതുപോലെ തന്നെ പാർട്ടി സ്റ്റാൻഡ്സ് ഫോർ ഫെയർ ഡീൽ ഓഫ് ലേബർ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ പാർട്ടി ബിലീവ്സ് ഇൻ ആൾ ഇൻഫ്ലേഷണറി പോളിസി ഷുഡ് ബി അബ്ഡോണ്ടഡ് ആൻഡ് സേഫ് കറൻസി ഓഫ് എസ്റ്റാബ്ലിഷ്ഡ്. മനസ്സിലല്ലേ, സ്റ്റേബിൾ കറൻസി എസ്റ്റാബ്ലിഷ്ഡ്. അതായത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രീതിയിലുള്ള മേഖലകളിലും എന്ത് കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണമെന്ന് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വതന്ത്ര പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ബിസിനസ് നടത്താൻ ലൈസൻസ് വേണമെന്ന വ്യവസ്ഥയ്ക്കും എന്താണ് അവർ എതിരായിരുന്നു. മനസ്സിലായില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ഓണർഷിപ്പിന് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ പിന്നീട് പ്രാമുഖ്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ബിസിനസ് നടത്താൻ ലൈസൻസ് വേണമെന്ന വ്യവസ്ഥയ്ക്കും അവർ എന്ത് ചെയ്യുന്നു, എതിർത്തിരുന്നു. ആര്? ഈ പറഞ്ഞ പിന്നീട് ഏത് പാർട്ടി? സ്വതന്ത്ര പാർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ചേരിചേരാ നയത്തെയും ഈ പാർട്ടി എന്ത് ചെയ്തു, എതിർത്തിരുന്നു. മനസ്സിലായ? ഗവൺമെൻറ്റിൻ്റെ ചേരിചേരാ നയത്തെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി എതിർ. നയങ്ങൾ ഒന്നുകൂടെ പറയാം. നയങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ദ പാർട്ടി ബിലീവ് ഇൻ ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്. ദ പാർട്ടി ബിലീവ്ഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് എന്താണ്, കാസ്റ്റ്, കളർ, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കളറിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല, വിവേചനം പാടില്ല. കൂടാതെ തന്നെ എന്ത് ചെയ്യണം, പിന്നീട് എല്ലാ വ്യക്തികൾക്കും, ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും എന്ത് കൊടുക്കണം, തുല്യമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു പാർട്ടി അസൈൻഡ് പ്രയോറിറ്റി ടു ദ ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എന്ത് കൊടുക്കണം, കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മനസ്സിലായില്ലേ. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇവയ്ക്ക് കൂടുതൽ വേണം പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ മാക്സിമം ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽ. അതായത് നമുക്കറിയാം സാമ്പത്തിക കാര്യം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വ്യക്തികൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സ്വതന്ത്ര പാർട്ടി വാണ്ടഡ് ഗവൺമെൻറ് ടു ബി മിനിമം ഇൻവോൾവ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് മിനിമം ഇൻ്റർഫറൻസ് ബൈ ദി സ്റ്റേറ്റ്. അപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ നിയന്ത്രണം കുറയ്ക്കണം. അവിടെ കുറച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിൽ വ്യക്തികൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. മനസ്സിലായില്ലേ എന്നതാണ് ആര് പറയുന്നത്, സ്വതന്ത്ര പാർട്ടി പറയുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ആർക്കുണ്ടായിരുന്നത്, ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു സ്വതന്ത്രമായിട്ടുള്ള സ്വകാര്യ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി കൂടുതലായിട്ട് പ്രാമുഖ്യം കൊടുത്തിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൈവറ്റ് ഓണർഷിപ്പിന്, സ്വതന്ത്രമായിട്ടുള്ള ഉടമസ്ഥാവകാശത്തിനും അതിനൊക്കെ അവർ പ്രാധാന്യം കൊടുത്തു. പിന്നെ അവർ പറയുന്നത് എന്താണ്, ബിസിനസ് ചെയ്യാൻ എന്ത് വേണ്ട, ലൈസൻസ് നിർബന്ധമാക്കേണ്ട, അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ ലൈസൻസ് വേണമെന്നുള്ള വ്യവസ്ഥയും അവരെന്ത് ചെയ്യുന്നു, എതിർത്തിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു ദ പാർട്ടി വാസ് ക്രിട്ടിക്കൽ ഓഫ് ദി പോളിസി ഓഫ് ഏത്, നോൺ അലൈൻമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം കാര്യം. അതായത് നാം എന്ന് പറയും, നോൺ അലൈൻമെൻറ്റ്. അപ്പോൾ ഇവർ ഈ നോൺ അലൈൻമെൻറ്റ് ആ ഒരു നയത്തേക്ക് എന്ത് ചെയ്തു, പിന്നീട് സ്വതന്ത്ര പാർട്ടി വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ. പിന്നീട് അതുപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നീട് കാർഷിക മേഖലയിൽ ഭൂപരിധി ഏർപ്പെടുത്തുന്നതിനെയും സഹകരണ കൃഷി നടപ്പാക്കുന്നതിനെയും വ്യാപാര രംഗത്ത് ഗവൺമെൻറ് പ്രവേശിക്കുന്നതിനെയൊക്കെ അവരെന്ത് ചെയ്തു, എതിർത്തു. മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള നയത്തിന് എതിരായിട്ടാണ് നമ്മൾ ആദ്യം ഈ പറഞ്ഞ നാഗ്പൂർ സെഷനിൽ നിന്നും പിന്നെ എതിർത്തുകൊണ്ടാണ്, അതിൽ നിന്ന് വന്ന ലീഡേഴ്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു.
അപ്പോൾ ഇതിനെയൊക്കെ അവർ എതിർത്തിരുന്നു. മനസ്സിലായില്ലേ? കാർഷിക മേഖലയിൽ ഭൂപരിധി ഏർപ്പെടുത്തുന്നതിനെയും അതുപോലെ തന്നെ സഹകരണ കൃഷി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വ്യാപാര രംഗത്ത് ഗവൺമെൻറ് പ്രവേശിക്കുന്നതിനെയൊക്കെ അവർ എന്ത് ചെയ്തു? എതിർത്തിരുന്നു. ഏത് പാർട്ടി? ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി എതിർത്തിരുന്നു. മനസ്സിലായില്ലേ? പിന്നീട് അതുപോലെ തന്നെ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഹാസ് ടു ബി ടാക്കിൾഡ് ബൈ അണ്ടർടേക്കിംഗ് ദ മാസീവ് പ്രോഗ്രാം ഓഫ് പബ്ലിക് വർക്ക്. പിന്നീട് ദ പാർട്ടി വാസ് ക്രിട്ടിക്കൽ ഓഫ് ദി പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്സ്, അല്ലേ? ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പാർട്ടി പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വതന്ത്ര പാർട്ടി ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത ഒരു നയം അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അത് ഓർമ്മയിലുണ്ടാവണം. എന്താണ്? ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡം, അതായത് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന നയം. അവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് കൂടുതൽ എന്ത് കൊടുക്കുന്നത്? അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ അവിടെയും ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കും. മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കുമ്പോൾ ABC നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ആദ്യത്തെ കോളത്തിൽ 1959 അല്ലേ, 1959 ഫോം ചെയ്തത്. പിന്നെ ഈ പറഞ്ഞതിൽ ഏറ്റവും ഈ പറഞ്ഞ ലീഡേഴ്സ്, ആ ലീഡേഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും സി രാജഗോപാലാചാരിയും എന്താണ് ഇവിടെ വരുന്നത്? രാജഗോപാലാചാരി. പിന്നീട് സി കോളം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഇൻഡിവിജ്വൽ ഫ്രീഡം ആയിരിക്കും. ഇൻഡിവിജ്വൽ ഫ്രീഡം അതായിരിക്കും. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത പൊളിറ്റിക്കൽ പാർട്ടി ഏതായിരുന്നു? മനസ്സിലായി? അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത പൊളിറ്റിക്കൽ പാർട്ടി ഏതായിരുന്നു എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതൊരു ഒൻവേഡാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത്, അപ്പം ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓപ്ഷനിലുണ്ടാവും. അവിടെ നമ്മൾ എഴുതേണ്ടത് ഏതാണ്? സ്വതന്ത്ര പാർട്ടി എന്നായിരിക്കണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത പൊളിറ്റിക്കൽ പാർട്ടി തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആൻസർ ചെയ്യേണ്ടത് ഏതാണ്? സ്വതന്ത്ര പാർട്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഏതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്വതന്ത്ര പാർട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സെഷൻ എന്ന് പറയുന്നത് നാഗ്പൂർ പ്രമേയം എന്നാണ് പറയുന്നത്. സമ്മേളനം എന്നല്ല, നയം. നാഗ്പൂർ പ്രമേയത്തെ തുടർന്ന് ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഏതെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പാർട്ടി. കേട്ടോ, നാഗ്പൂർ പ്രമേയം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു. അതായത് ഭൂപരിധി നടപ്പാക്കാനും ഭക്ഷ്യധാന്യ വിതരണത്തിൻ്റെ ചുമതല സർക്കാർ ഏറ്റെടുക്കാനും സഹകരണ കൃഷി പിന്നീട് ആരംഭിക്കാനും തീരുമാനിക്കുന്ന ഒന്നായിരുന്നു കോൺഗ്രസിൻ്റെ നാഗ്പൂർ പ്രമേയം എന്ന് പറയുന്നത്. അതിനെതിരായിട്ട് ഇതിനോട് യോജിക്കാൻ കഴിയാത്ത വ്യക്തികൾ ചേർന്ന് ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇതെന്ന് പറയുന്നത് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, KM മുൻഷി, അതുപോലെ NG രംഗ, അതുപോലെ തന്നെ മിന്നു മസാനി. ഇവരാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, KM മുൻഷി, അതുപോലെ തന്നെ NG രംഗ, അതുപോലെ തന്നെ മിന്നു മസാനി. പിന്നെ ഞാൻ പറഞ്ഞു ഈ പാർട്ടി, അതായത് സ്വതന്ത്ര പാർട്ടി ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത പൊളിറ്റിക്കൽ പാർട്ടി, ആ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്? സ്വതന്ത്ര പാർട്ടിയാണ്. പിന്നീട് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് പറഞ്ഞു. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ. സ്വതന്ത്ര പാർട്ടി ബിലീവ്ഡ് ഇൻ social justice for all without distinction of caste, color, religion, sex, place of birth, etc. എന്നാമത് ഞാൻ പറഞ്ഞു, സാമൂഹ്യ നീതിക്ക് ഏറ്റവും അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് പറയുന്നത് സ്വതന്ത്ര പാർട്ടി. അതുപോലെ തന്നെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്,
എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ആ അവസരങ്ങളെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കളറിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുക എന്നതാണ് സ്വതന്ത്ര പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം. പിന്നെ മറ്റൊന്ന് നയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ദ പാർട്ടി അസൈൻഡ് പ്രയോറിറ്റി ടു ദ ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ, അതായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു? പ്രാധാന്യം കൊടുക്കുക. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയ്ക്ക് എന്ത് ചെയ്യുക? കൂടുതൽ പ്രാധാന്യം കൊടുത്ത പാർട്ടിയാണ് എന്ന് പറയുന്നത് സ്വതന്ത്ര പാർട്ടി. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽ. പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട നയമാണ് മാക്സിമം ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽ. അല്ലേ? വ്യക്തികൾക്ക് അമിതമായിട്ടുള്ള എന്ത് കൊടുക്കുക? ഫ്രീഡം കൊടുക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. ദ സ്വതന്ത്ര പാർട്ടി വാണ്ടഡ് ദി ഗവൺമെൻറ് ടു ബി മിനിമം ഇൻവോൾവ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് മിനിമം ഇൻ്റർഫറൻസ് ബൈ ദി സ്റ്റേറ്റ്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? സാമ്പത്തിക കാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്ത് ചെയ്യണം? അവരുടെ നിയന്ത്രണം കുറച്ചുകൊണ്ട്, അവരുടെ നയങ്ങൾ കുറച്ചുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ ഇടപെടേണ്ടത് ആരായിരിക്കണം? ഇൻഡിവിജ്വലായിരിക്കണം, വ്യക്തികളായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത് ഈ ഒരു പാർട്ടി ഏറ്റവും കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്തത് എന്തിനാണെന്ന്? ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനാണ് കൂടുതൽ പ്രൊമോട്ട് അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയത്. പിന്നെ മറ്റൊന്ന് ഇവരെന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് ഓണർഷിപ്പിന് കൂടുതൽ എന്ത് ചെയ്യുന്നു? പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നടത്തുന്നതിന് വേണ്ടി ലൈസൻസ് വേണമെന്ന വ്യവസ്ഥയ്ക്ക് അവരെതിരായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ചേരിചേരാ നയം ഈ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി എന്ത് ചെയ്തു? എതിർത്തിരുന്നു. അല്ലേ? പിന്നെ അതായത് ദ പാർട്ടി വാസ് ക്രിട്ടിക്കൽ ഓഫ് ദി പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്സ്. അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ വിദേശ നയം നാം എന്ന് പറയുന്നത് എന്താണ്? അവർ എതിർത്തിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ദ പാർട്ടി വാസ് എഗെയിൻസ്റ്റ് നാഷണാലിസം ആൻഡ് പബ്ലിക് സെക്ടർ. അതും കൂടെ ഒന്ന് ഓർമ്മിക്കുക. ഏതാണ്? ദ പാർട്ടി വാസ് എഗെയിൻസ്റ്റ് നാഷണാലിസം, ദേശീയതയെ എതിർത്തിരുന്നു. അതുപോലെ തന്നെ ആൻഡ് പബ്ലിക് സെക്ടർ, അല്ലേ? പബ്ലിക് സെക്ടറിനെ അതുപോലെ തന്നെ ദേശീയതയ്ക്ക് എന്ത് ചെയ്യുന്നു? ഈ പാർട്ടി എതിർത്തിരുന്നു. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? പ്രൈവറ്റ് ഓണർഷിപ്പിനാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പറയുന്നത് ബിസിനസ് നടത്താൻ പോലും എന്ത് വേണ്ടെന്ന്? ലൈസൻസ് വേണമെന്നുള്ള ഒരു വ്യവസ്ഥയൊന്നും വേണ്ട. ആ വ്യവസ്ഥയ്ക്കെല്ലാം എതിരായിരുന്നു? ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി എതിരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ പാർട്ടി വാസ് അഗെയിൻസ്റ്റ് നാഷണാലിസം ആൻഡ് പബ്ലിക് സെക്ടർ. ഇറ്റ് ഫേവേർഡ് ഫ്രീ പ്രൈവറ്റ് സെക്ടർ. സ്വതന്ത്രമായിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിനെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം ഈ പാർട്ടി നൽകിയിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മെയിൻ പോയിൻ്റാണ്. ദ പാർട്ടി വാസ് എഗെയിൻസ്റ്റ് നാഷണാലിസം ആൻഡ് പബ്ലിക് സെക്ടർ. ഇറ്റ് ഫേവേർഡ് പ്രൈവറ്റ് സെക്ടർ. മനസ്സിലായില്ലേ? നാഷണാലിസത്തെയും പബ്ലിക് സെക്ടറിനെയും എന്ത് ചെയ്യുന്നു? എതിർത്തിരുന്നു. അവർ ഫേവർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനാണ് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകിയിരുന്നത്. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ നാമിനെ എതിർത്തിരുന്നു, അതായത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിനെയും എന്ത് ചെയ്യുന്നു? എതിർത്തിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പരീക്ഷയ്ക്ക് കൃത്യമായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒൻവേഡുകൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാർട്ടിയുടെ ഫോം ചെയ്ത വർഷം, അതുപോലെ തന്നെ അതിൻ്റെ ലീഡേഴ്സ്, പിന്നെ ഞാൻ പറഞ്ഞു ഈ പാർട്ടി മുൻതൂക്കം കൊടുത്ത നയം, അങ്ങനെ 3 മേഖലയെ മനസ്സിൽ വിചാരിച്ച് വേണം എന്ത് ചെയ്യുന്നത്? പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഒൻവേഡും മാച്ച് ദ ഫോളോയിങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നും കിട്ടുന്നതായിരിക്കും.